അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഇത് സൺഡേ ആണ്, അതായത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് ഇന്ന് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. രാവിലെ തന്നെ അപ്പു നല്ല കുര തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനെ തുറന്നു വിട്ടിട്ട് ഞാൻ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ച് കുളിച്ച് റെഡിയാവാമെന്ന് വിചാരിച്ചു. ആ ടൈമിൽ അവരെ നോക്കിയപ്പോൾ അവർ നല്ല സുഖം ഉറക്കമായിരുന്നു. രാവിലെ പോകണമെന്നൊക്കെ കണ്ണം പറഞ്ഞിട്ടാണ് ഇതായി കിടന്ന് ഉറങ്ങണത്. വെയിലടിച്ചിട്ട് പോലും എണീറ്റില്ല. പിന്നെ ഞാൻ റെഡിയായി കുറച്ച് കഴിഞ്ഞപ്പോൾ അവരും എണീറ്റ് വന്നു. എന്നിട്ട് കുറച്ച് നേരം ക്യാമറയൊക്കെ നോക്കി ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ഇരുന്ന് സംസാരിച്ചിട്ട് അവർ രണ്ടുപേരും കുളിക്കാനായിട്ട് പോയി. കുളിക്കാൻ പോയതിൻ്റെ ഇടയിൽ അവൻ ഇറങ്ങി ഓടി. അവന് രാവിലെ വെള്ളമൊക്കെ ദേഹത്ത് വീഴുന്നത് ഭയങ്കര അലർജിയാണ്. എൻ്റെ ട്രൈപോഡ് എടുത്ത് എറിഞ്ഞ് കളിയായിരുന്നു. ട്രൈപോഡ് പിന്നെ പഴയതാണ്, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, അത് പൊട്ടിയതാണ്. പിന്നെ നമ്മൾ റെഡിയായി. കുഞ്ഞ് നോക്കിക്കൊണ്ടിരിപ്പുണ്ട്. കുഞ്ഞിനെ സാധാരണ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകാറുണ്ട്, അങ്ങനെയാണ് അവൾ നോക്കിക്കൊണ്ടിരുന്നത്. പിന്നെ രാവിലെ പോകുന്നതുകൊണ്ട് ഫുഡൊന്നും കഴിക്കാതെയാണ് പോയത്. അപ്പോൾ നന്നായിട്ട് വിശന്നു. പിന്നെ ഒരു ചായയും വടയും കഴിച്ചിട്ട് ക്ഷേത്രത്തിലോട്ട് കയറി. ക്ഷേത്രത്തിൽ പോയതിൻ്റെ മെയിൻ ഉദ്ദേശം ആദ്യം എഴുത്തിനിരുത്താനുള്ള ടൈമായിട്ടുണ്ട്. ഉടനെ തന്നെ ആദ്യം നഴ്സറിയിലോട്ടും പോകുന്നതാണ്. അവൻ വലിയ കുട്ടിയായി ഗൈസ്. പിന്നെ നേരെ വീട്ടിലോട്ട് വന്നു. ദോശ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു. ഈ ചിക്കൻ കറി ഹസ്ബൻഡിൻ്റെ വകയാണ്. നല്ല അടിപൊളി ചിക്കൻ കറിയായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഉച്ചയ്ക്കുള്ള പരിപാടി തുടങ്ങി. ഹസ്ബൻഡും മോനും പുറത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ ഇരിക്കുമല്ലേ, ക്രാഫ്റ്റ് റൂമൊക്കെ ഒന്ന് റെഡിയാക്കാമെന്ന്. ഈ ടേബിൾ ഞാൻ വൃത്തിയാക്കുന്നത് ഈ നെയിൽ പോളിഷ് റിമൂവർ വെച്ചിട്ടാണ്. എന്തെങ്കിലും പെയിൻ്റ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ ഇത് വെച്ചിട്ടാണ് അത് ക്ലീൻ ചെയ്യുക. നന്ന അടിപൊളിയായിട്ട് ക്ലീൻ ആവും കേട്ടോ. എന്നിട്ട് ഞാനൊന്ന് തൂത്ത് തുടച്ച് അങ്ങോട്ട് വൃത്തിയാക്കി. അപ്പോഴത്തേക്കും അവൻ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ്റെ കൂടെ കുറച്ച് നേരം കളിച്ചിട്ട് കടയിൽ പോയിട്ട് ഒരു തണ്ണിമത്തൻ വാങ്ങിയിട്ട് വന്നു. തണ്ണിമത്തൻ വാങ്ങിയിട്ട് വന്നപ്പോൾ അവൻ എടുത്തോണ്ട് പോയിട്ടുണ്ടായിരുന്നു. എന്തോ സംഭവം കിട്ടി എന്നുള്ള രീതിക്ക് കൊണ്ടുപോയി അരിഞ്ഞ് അവന് ആ റെഡ് പോർഷൻ കൊടുത്തപ്പോൾ അവനത് വേണ്ട, അതിൻ്റെ തൊലി മാത്രം അവന് മതി, അതായത് അതിൻ്റെ തോട്. അത് കഴിക്കാൻ വേണ്ടിയിട്ട് അവന് ഭയങ്കര ഇഷ്ടം. എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഇതാ കടിച്ചതാ ഈ പരുവാക്കി വെച്ചു. അകത്തുള്ള പോഷൻ കൊടുത്തപ്പോൾ അവന് വേണ്ടേ വേണ്ട. ഏതെന്തിൻ്റെ കുഞ്ഞാണോ എന്തോ. പിന്നെ പോയി ചോറൊക്കെ കഴിച്ചിട്ട് ടി വിയും കണ്ട് അങ്ങനെ ഒരു ഇരിപ്പിരുന്നു. ആദിക്ക് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ കണ്ട് അവൻ ഉറങ്ങിപ്പോയി. ഈ ഹീമാൻ ഇട്ടിട്ടാണോ ഉറങ്ങിയെന്നും എനിക്കൊരു ഡൗട്ടുണ്ട്. കാരണം അത് ഹസ്ബൻഡ് ഇട്ടതാണ്, അവൻ ഇട്ടതല്ല. അവനിതൊന്നും ഇഷ്ടമുണ്ടോയെന്ന് പോലും അറിയില്ല. ഉറങ്ങിയതിന് ശേഷം ഞാൻ എൻ്റെ പരിപാടിയിലോട്ട് പോയി. ക്രാഫ്റ്റിൻ്റെ കുറച്ച് പാക്കിംഗ് ഉണ്ടായിരുന്നു. ഗിവ് അവേയുടെ ഗിഫ്റ്റ് പാക്ക് ചെയ്യാതെ കുറേ ദിവസം കൊണ്ടേ വെച്ചിരിക്കുകയാണ്. ഇന്നെങ്കിലും പാക്ക് ചെയ്തില്ലെങ്കിൽ ഇനി ഇത് നീണ്ടു പോവും. അങ്ങനെ ഞാനതെടുത്ത് പാക്ക് ചെയ്തു. ഈ സാധനം റിട്ടേൺ വന്നതാണ്, ഞാൻ ഒരിക്കൽ അയച്ചതാണ്. അത് ഞാൻ ഒരിക്കൽ കൂടെ അയക്കുന്നതായിരിക്കും. പിന്നെ ഡോംസിൻ്റെ പേസ്റ്റൽ കളർ ബ്രഷ് പെൻസ് ആണിത്. ഈ സംഭവം ഞാൻ നിങ്ങൾക്കായിട്ട് വാങ്ങിയതാണ്. നമ്മുടെ നെക്സ്റ്റ് ഗിവ് അവേക്ക് ഈ ഒരു ഐറ്റം കൂടി കാണും. ഇനി ഒരു ഐറ്റം കൂടി വരാനുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ വന്നിട്ട് വീഡിയോ ഇടാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ എനിക്ക് ഈ സംഭവം എന്താണെന്ന് അറിയാൻ ഒരു കൊതി. അപ്പോൾ ഇതെന്തായാലും ഓപ്പൺ ചെയ്യണം. എൻ്റെ കയ്യിൽ ഈ ബ്രഷ് പെൻ ഇല്ല. അപ്പോൾ ഓപ്പൺ ചെയ്ത് എനിക്കൊന്ന് കാണണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഓപ്പൺ ചെയ്തതാണ്. സംഭവം അടിപൊളിയാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പേസ്റ്റൽ കളേഴ്സാണ്. അങ്ങനെ എല്ലാവർക്കും പേസ്റ്റൽ കളേഴ്സ് ഇഷ്ടമാണോ എന്ന് എനിക്കറിയില്ല. ഇഷ്ടം ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേറെ റൂൾസ് ഒന്നുമില്ല. സബ്സ്ക്രൈബർ ആയിരിക്കണം. പിന്നെ എഫേർട്ട് ബേസിലും കമൻസ് ഒക്കെ നോക്കിയിട്ടൊക്കെയാണ് ഞാൻ ഗിവ് അവേ വിന്നറിനെ സെലക്ട് ചെയ്യുക. കഴിഞ്ഞ ഗിവ് അവേ വിന്നറിന് ഉടനെ തന്നെ ഗിഫ്റ്റ് കിട്ടുന്നതായിരിക്കും. ഞാൻ ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച പോസ്റ്റ് അയക്കുന്നതായിരിക്കും. പിന്നെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വിളിച്ചാലോ ഒക്കെ കോൾ എടുക്കുക. എനിക്ക് റിട്ടേൺ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ അയക്കണം. അപ്പോൾ അതെനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടാണ്. എപ്പോഴും എനിക്ക് പോസ്റ്റ് ഓഫീസിൽ പോകാൻ പറ്റത്തില്ല. ഈ മിററും ഞാനിപ്പോൾ പാക്ക് ചെയ്ത് ഈ ഗിഫ്റ്റിൻ്റെ കൂടെ അയക്കുവാണ്. അപ്പോൾ കോൾ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളത് തിരിച്ച് വിളിച്ചിട്ട് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് സംഭവം വന്നിട്ടുണ്ടോയെന്ന് ഒന്ന് കൺഫേം ചെയ്യുക. അല്ലാതെ റിട്ടേൺ വരുന്നതൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ്. എനിക്കിത് ആദ്യമായിട്ടാണ് റിട്ടേണൊക്കെ വന്നത്. അങ്ങനെ പാക്കിംഗ് പരിപാടി കഴിഞ്ഞു. ഇനി ചായ കുടിയിലോട്ട് കിടക്കാം. അങ്ങനെ നമ്മൾ കട്ടനൊക്കെ ഇട്ട് കുടിച്ചു, ബിസ്ക്കറ്റൊക്കെ കഴിച്ചു. അവൻ ഷുഗർ കട്ടെന്ന് പറയുന്നുണ്ട്. എന്ത് ഷുഗർ കട്ടാണെന്നറിയില്ല. മിൽക്ക് ബിക്കീസാണ് കഴിച്ചത്. ആ ടൈമിൽ എങ്ങനെയോ മണമടിച്ച് ദാ ഉണർന്ന് വന്നിട്ടുണ്ട്.
ഉണർന്ന് വന്നാൽ പിന്നെ അവൻ്റെ മുഖം ദാ ഇങ്ങനെ ഇരിക്കും, കുറച്ച് കടുപ്പമായിരിക്കും. പിന്നെ കുറച്ച് നേരമൊക്കെ കഴിയണം അവനൊന്ന് ഓക്കെ ആയി വരാൻ വേണ്ടിയിട്ട്. ആ ടൈമിൽ അവനെ താഴെ കൊണ്ടുപോയി ചെടിക്ക് വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചെടിക്ക് ഇത് മരുന്നടിക്കുന്നതാണ്, വെള്ളം ഒഴിക്കുന്നതല്ല. എപ്പോൾ പോയാലും അവിടെ നിന്നൊരു പയർ അവന് വേണം. അത് പച്ചയ്ക്ക് കഴിക്കാൻ അവന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അവനൊരു പയറും കൊടുത്ത് അവനെ ഇങ്ങനെ കൊണ്ടുവന്നപ്പോൾ അവൻ ഓക്കെ ആയി, അവൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പോയി കുളിക്കാം. ഇതൊരു അടി കഴിഞ്ഞ് കിടക്കുവാണെന്ന് കണ്ടാൽ പറയൂ. വേറൊന്നുമല്ല, ഈ ഡ്രസ്സ് അവന് ഇഷ്ടപ്പെട്ടില്ല. ഫോട്ടോയിൽ കാണുന്ന അത്ര ഭംഗിയൊന്നും ആ ഡ്രസ്സിനില്ല എന്നാണ് അവൻ്റെ അഭിപ്രായം. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഐസ്ക്രീമൊക്കെ വാങ്ങിത്തരാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങ് വീണു. ക്യാമറ കണ്ടാൽ ഇവന് എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ തോന്നും. അവന് ഭയങ്കര സന്തോഷമാണ്. അവൻ്റെ സന്തോഷം ഞാനിങ്ങനെ ഒപ്പിയെടുത്തു. എന്തായാലും നമുക്ക് ഇവൻ വലുതാകുമ്പോൾ കാണിച്ചു കൊടുക്കാം. അങ്ങനെ കുറേ ആലോചനകൾക്ക് ശേഷം മസാല ദോശയും പൂരിയിലും ഒതുക്കി. ഇത് കഴിക്കണാനായിരുന്നു ഇത്രയും ദൂരം നമ്മൾ ട്രാവൽ ചെയ്തത് എന്ന് എനിക്കിപ്പോൾ ഒരു സംശയം. പിന്നെ സ്കാൻഡിൽ പോയി ഐസ്ക്രീം കഴിച്ചു. കിറ്റ്കാറ്റാണ് ഫസ്റ്റ് ട്രൈ ചെയ്തത്. കിറ്റ്കാറ്റിനെ കാട്ടിയും മറ്റേ കുനാഫ ഐസ്ക്രീം ഇല്ലേ, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. രണ്ടാമത് കുനാഫ വാങ്ങിച്ചു. ഇവൻ കഴിക്കില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വാങ്ങിച്ചത്. ഇവൻ്റെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടുള്ള ഐസ്ക്രീമൊക്കെ കഴിക്കുന്നത്. ഈ കുനാഫ ഐസ്ക്രീം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, അത്രയും ടേസ്റ്റായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗേൾസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് ഒന്നും മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.